പെണ്ണുങ്ങൾ കുളിക്കുന്ന കണ്ടില്ലേ? പെണ്ണുങ്ങള് എന്താ, ഞാൻ പെണ്ണല്ലേ? അതെ അതെ, നീ പെണ്ണ് തന്നെ. അതുകൊണ്ടാണല്ലോ വന്നത്. എന്തിന്? ഒരു കാര്യം പറയാം. എന്തോന്ന് കാര്യം? നീ എന്റെ കൂടെ പോരുന്നോന്ന്. പിന്നെ പിന്നെ കൂടെ പോരുന്നു. പിന്നെ പോകാൻ നേരത്ത് എന്റെ കാലേ കയറി പിടിക്കരുത് കരഞ്ഞോണ്ട്. അതിനെ അമ്മണി വേറെ ജനിക്കണം. എനിക്ക് എന്റെ തലയ്ക്ക് വട്ടാണോ ഇങ്ങനെ ഒരാളുടെ കൂടെ ഇറങ്ങിത്തിരിക്കാൻ? നല്ല കളി. അല്ല അമ്മണി നിന്നേ, ഞാൻ വേറൊരു കാര്യം ചോദിക്കാമെന്ന് വെച്ചാ വന്നേ. എന്തോന്ന്? അല്ല, അമ്മണിക്ക് വേറെ കുഴപ്പമൊന്നുമില്ലല്ലോ? കുഴപ്പമോ? എന്തോന്ന് കുഴപ്പം? അല്ല, വേറെ വിശേഷമൊന്നുമില്ലേ അമ്മണിക്ക്? എന്തെങ്കിലും? എനിക്കോ? എനിക്കെന്ത് വിശേഷം? വിശേഷം എന്ന് പറഞ്ഞാല് നിനക്ക് നിനക്ക് ഓ നിനക്ക് ബഹളം ഉണ്ടാക്കാതെ. എനിക്ക് ദൈവ സഹായിച്ച് യാതൊരു കുഴപ്പമില്ല. സമാധാനമായി പോയാട്ടെ. ഒരു പുണ്യാളച്ചൻ വന്നിരിക്കുന്നു വിശേഷം തിരക്കാൻ. ഇവിടെ ഞാൻ തോറ്റു, നീ രക്ഷപ്പെട്ടു. ഇനി ഞാൻ തോൽക്കാൻ പാടില്ല. ഇല്ല, ഞാൻ തോൽക്കില്ല. കാളൻ, കൊക്കോട്, ചെറുവിളി, ഹനുമാൻ, വാലാൽ, രാവണൻ, വീണ, കുംഭകർണൻ. ഇന്ന് ഞാൻ കുടിക്കണമെങ്കിൽ ഒരു കണ്ടീഷനുണ്ട്. എന്തോന്ന് കണ്ടീഷനാ പൈലിയാശാനെ? കൈവയ്യാത്തോണ്ട് കുടിക്കത്തില്ലെന്നോ മറ്റോ ആണോ? ഇന്നുവരെ പൈലിയാശാൻ കുടി തുടങ്ങണം എന്ന് പറഞ്ഞിട്ടുള്ളതല്ലാതെ കുടി നിർത്തണം എന്ന് പറഞ്ഞിട്ടില്ല. ഇതാ എന്റെ കണ്ടീഷൻ. യവൻ കുടിച്ചാ പിന്നെ വാലോട് കൊടുക്കും. കൂടുതൽ ഞാനും അവനും കൂടി കശപിച്ചായി എന്ന് പരാതിപ്പെടില്ല. ഇന്ന് ഞാൻ കുറച്ച് മനോവിഷമം കൊണ്ട് കൃത്യമായിട്ട് കുടിച്ചിട്ടുണ്ട്. എന്നാ ഇന്നത്തെ കുടി നിന്റെ മനോവിഷമം തീരാനാകട്ടെ. ആർക്കാടാ മനോവിഷമം? ആരാ? സംഗതി പെശകായെന്നാ തോന്നുന്നു. എന്റെ വകയിലൊരു കാരണവരാ, പേരുകേട്ട ചട്ടമ്പിയാ. പൈലി, നിനക്ക് എന്നാടാ കുഞ്ഞെ ഇത്ര മനോവിഷമം ഞാനിവിടെ ഉള്ളപ്പം? ആർക്കങ്ങോട്ട് ഇരുന്നേ? അല്ല എടാ പിള്ളേരെ, ആരോടും ചോദിക്കാതെ പറയാതെ എടുത്ത് കുടി തുടങ്ങിയോ? അയക്കോ അയക്കോ. നീ ആരാടാ? കുറച്ച് നാളായിട്ട് ഇങ്ങനെ കറങ്ങി കറങ്ങി നടക്കുന്നുണ്ടല്ലോ. ഞാൻ ആരായാലും എന്താ എനിക്ക്? എടാ അയാൾ എന്റെ കൂട്ടുകാരനാ, അവിടെ തൊട്ട് കളിക്കരുത്. എടാ നന്ദിയില്ലാത്തവനെ, നീ എങ്ങാണ്ടത്തുകാരന് കണ്ണു വാങ്ങിച്ചു കൊടുത്ത് പുറകെ നടക്കുന്ന എന്തിനാണെന്ന് എനിക്കറിയാം. എന്തിനാ? നിന്റെ മോളെ പിടിച്ച് തലയെ വെച്ചു കൊടുക്കാനല്ലേ? എന്റെ മോള് അവളെ പറ്റി മാത്രം ആരും ഒന്നും പറയരുത്, ഒരുത്തിനൊന്നും പറയരുത്. വലിയച്ഛനെ, ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞെന്ന് പറയണം, പറയട്ടെ. വയലിയാശാന് പുല്ലാണ്. പക്ഷേ പറയണേൽ എന്തെങ്കിലും കാര്യമുണ്ടെന്ന് എനിക്ക് എപ്പോഴെങ്കിലും തോന്നിയ അന്ന് നിന്റെ അന്ത്യമാണ്. നിന്റെ മാത്രമല്ല അവളുടെ. എന്റെ മോൾ എനിക്ക് അവള് മാത്രമേ ഉള്ളൂ.
എനിക്ക് എന്റെ മോള് മാത്രമേ ഉള്ള പട്ടികളെ. ആ അല്ല ശിവരാമൻ നായരോ? കയറുവാ ശിവരാമൻ നായരെ. ഈയിടെ കാണാനേ ഇല്ലല്ലോ, ഇവിടെ ഇല്ലേ? ഉണ്ട്. ഞാൻ വയലിൽ നിന്ന് പണിയും കഴിഞ്ഞ് വരുമ്പോ നേരെ സമയമാവും. അപ്പോ ഒന്നുകിൽ സാർ ഇവിടെ കാണത്തില്ല, അല്ലെങ്കിൽ സാർ ഇവിടെ കാണത്തില്ല. അല്ല ശിവരാമൻ നായർ ഈയിടെ ഭയങ്കര ബിസിയാണല്ലോ. ആ സ്വല്പം ബിസിയാണ്. കാര്യങ്ങളൊക്കെ ഒരു തീരുമാനമായിട്ട് വന്ന് പറയാമെന്ന് കരുതിയതാ. മോളും എന്റെ കല്യാണം തീരുമാനിക്കും. എല്ലാം കൊണ്ട് ഒരു മനസമാധാനമുണ്ട്. എന്നാലും ഈ കാലത്ത് ഇങ്ങനെയെങ്കിലും ഒരുത്തം വന്ന് കയറുന്നത് വലിയ ഭാഗ്യമാണെന്നാ ഞാൻ വിചാരിക്കുന്നു. എന്താ ചെറുക്കന് ജോലി? കൃഷിപ്പണിയാ. പ്രായവും കുറച്ച് കൂടുതലുണ്ട്. പിന്നെ ഒരു സമാധാനമുള്ളത് കഴിഞ്ഞുകൂടാനുള്ള വകയൊക്കെ ഉണ്ട്. സുശീലയ്ക്ക് സമ്മതക്കേടൊന്നുമില്ലേ? അങ്ങനെ ഇപ്പോ അവളുടെ സമ്മതം ഒന്നും ചോദിക്കാൻ നിന്നില്ല. അവൾക്കും അറിയാവുന്നതല്ലേ എന്റെ പാടും ദുരിതമൊക്കെ. കരഞ്ഞുകൊണ്ടാണെങ്കിലും അവൾ ഇത് സമ്മതിക്കും. സുശീല കണ്ടായിരുന്നോ? ആരെ? കല്യാണം കഴിക്കാൻ പോകുന്ന ആളെ കണ്ടു. കുറച്ച് പ്രായം കൂടുതലാണെന്ന് അച്ഛൻ പറഞ്ഞു. സുശീലയ്ക്ക് വിഷമമുണ്ടോ? ഇല്ല. ഇല്ലേ? ഇല്ല. എന്താ ഇല്ലാത്ത? ഞാൻ അത്രയ്ക്കൊക്കെ മോഹിക്കാൻ പാടുള്ളായിരുന്നു. ഞാനൊരു നാടോടിയാണ്. എനിക്ക് തന്നെ എന്നെ വിശ്വാസമില്ല. ഇന്നിവിടെ, നാളെ അങ്ങനെ അങ്ങ് പോകാത്തതുണ്ട്. എന്തിനായിരുന്നു എന്റെ അയലത്ത് വന്നത്? എന്റെ വഴി ചീത്തയാ. എന്റെ ആവശ്യങ്ങളും വേറെയാ. ആവശ്യം നേടിക്കഴിഞ്ഞാ പിന്നെ ഞാൻ ഉണ്ടാവുമോ തന്നെ കണ്ടറിയണം. എന്നേക്കാൾ മറ്റാരും ഭേദമാ. മറ്റാരും. ഞാൻ പോട്ടെ. അല്ലേ വരുന്നില്ലയോ? മുഹൂർത്തം എടുക്കാറായോ? നാളെ പോക്കോ, ഞാൻ വന്നേക്കാം. ശരി. നാളെ പോയിക്കോ. മുഹൂർത്തം ആകുമ്പോ ഞാനവിടെ കാണും.